ഇന്ന് MCPF-ൻ്റെ ഒരു സർക്കുലർ കാണുവാനിടയായി. ആ സർക്കുലർ ഒന്ന് വായിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് സർക്കുലറിലേക്ക് പോകാം. ഈ സർക്കുലർ എഴുതിയ തീയതി 19/2/2025. എല്ലാ പൊതു ശുശ്രൂഷകർ, സഭാ ശുശ്രൂഷകർ, സുവിശേഷകർ, വിശ്വാസികൾ എന്നിവർ അറിയുവാൻ മുന്നമേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. MCPF എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ 8/1/2025, 21/1/2025, 12/2/2025 യോഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾ താഴെ ചേർക്കുന്നു. 1. ജനറൽ ബോഡി 2025 മെയ് മാസം 27 ചൊവ്വാഴ്ച നടത്തുന്നതാണ്. 2. ബോർഡ് യോഗം 2025 മെയ് മാസം 28 ബുധനാഴ്ച നടത്തുന്നതാണ്. ഈ ബോർഡ് യോഗത്തിൽ അടുത്ത 3 വർഷത്തേക്കുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ബോർഡ് ഓഫ് ഗ്രൂപ്പ് ലീഡർമാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നതാണ്. ജനറൽ ബോഡി, ബോർഡ് യോഗം എന്നിവയുടെ നോട്ടീസും തിരഞ്ഞെടുപ്പിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറെ നിശ്ചയിച്ചുകൊണ്ടുള്ള അറിയിപ്പും ജനറൽ സെക്രട്ടറി പ്രത്യേകം അറിയിക്കുന്നതാണ്. സാധു സംരക്ഷണ ഫണ്ട്. നമ്മുടെ പ്രാദേശിക സഭകളിൽ അനേകം പേർ ഗുരുതരമായ രോഗത്തിന് ചികിത്സയിലാണ്. കേന്ദ്രത്തിലെ സഹായനിധിയിൽ നിന്നും അവർക്ക് സഹായം നൽകുന്നുണ്ട്. അനേക മക്കൾ കുടിലുകളിലും താഴ്ന്ന ജീവിതാന്തരീക്ഷത്തിലും കഴിയുന്നു. നമ്മുടെ ചർച്ചുകളിൽ നിന്നും അവർക്ക് സഹായം ആവശ്യപ്പെട്ട് ധാരാളം അപേക്ഷകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അവയ്ക്ക് മതിയായ പരിഗണന കൊടുക്കുവാൻ ഫണ്ട് കുറവായതിനാൽ കഴിയുന്നില്ല. അതുകൊണ്ട് സഭാമക്കളിൽ നിന്നും ചർച്ചുകളിൽ നിന്നും ഫണ്ടിലേക്ക് കൂടുതൽ തുക തരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. 4. പാസ്റ്റർ ബെന്നി KJ-ക്കെതിരെയുള്ള ശിക്ഷണ നടപടി. കുരിക്കാട് സഭാ ശുശ്രൂഷകനായ പാസ്റ്റർ ബെന്നി KJ തൻ്റെ മകളുടെ വിവാഹ സംബന്ധമായി സഭാ ശുശ്രൂഷകൻ എന്ന നിലയിലും സഭാംഗം എന്ന നിലയിലും കുറ്റിച്ചിറ മാതൃസഭയെയും സഭാ കൗൺസിലിനെയും കാര്യങ്ങൾ യഥാസമയം ബോധ്യപ്പെടുത്താതിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയതിനാലും പാസ്റ്റർക്കെതിരെ മാതൃസഭയിലെ ചിലർ പരാതി തരികയും അതൊരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കുകയും കമ്മീഷനും പാസ്റ്റർ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതായി അറിയിക്കുകയും ചെയ്തതിനാലും പാസ്റ്ററുടെ പ്രവൃത്തി സഭയുടെ വിശ്വാസങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും അല്ലാത്തതിനാൽ ശിക്ഷണ നടപടി എന്ന നിലയ്ക്ക് 1 മാസത്തേക്ക് സഭയുടെ എല്ലാ ശുശ്രൂഷകളിൽ നിന്നും മാറ്റി നിർത്തുന്നു. പാസ്റ്റർ അവധിയിലായിരിക്കുന്നതിനാൽ തിരികെ ഹെഡ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന അന്നു മുതൽ ഈ നടപടി പ്രാബല്യത്തിലാകുന്നതാണ്. 5. ശുശ്രൂഷകന്മാരുടെ അവധി. ശുശ്രൂഷകന്മാരുടെ അവധി പരമാവധി 6 മാസത്തേക്കായി നിജപ്പെടുത്തിയിരിക്കുന്നു. 6. റവറൻ ജോൺ പാറപ്പുഴ 12/2/2025 തിരിച്ചു വന്ന് തൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്വവും ശുശ്രൂഷകളും ഏറ്റെടുത്തു. കർത്താവ് എല്ലാവരോടും കൃപ ചെയ്യുമാറാകട്ടെ. റവറൻ സാജു വർഗീസ്, ഡയറക്ടർ MCPF. ഇതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇറങ്ങിയിട്ടുള്ള സർക്കുലർ. ഈ സർക്കുലറിൽ നാം മനസ്സിലാക്കേണ്ട ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതും വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഞാനൊന്ന് പറയുന്നത്. ആദ്യമായി തന്നെ ജനറൽ ബോഡി 2025 മെയ് മാസം 27 ചൊവ്വാഴ്ച നടത്തുന്നതാണ് എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. ജനറൽ ബോഡി നടത്തിയിട്ടാണ് ഈ കണക്ക് കാര്യങ്ങളെല്ലാം പാസ്സാക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടത്. എന്നാൽ ബോർഡ് യോഗം 28 ഈ 27 തൊട്ട് അടുത്ത ദിവസം 28 ചേർന്ന് ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതിനാൽ അടുത്ത 3 വർഷത്തേക്ക് നിലവിലുള്ള ഭരണഘടന പ്രകാരം ഗ്രൂപ്പ് ലീഡർമാരുടെ ഭരണസമിതിയിൽ നിന്ന് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം. അത് 28 നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഉള്ള ഒരു പ്രധാന കാരണം, ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബോർഡ് യോഗം നടക്കുന്നത് 28 അത് അതിൻ്റെ ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ബോർഡ് യോഗത്തിന് മറ്റൊരു അധികാരവും കൂടിയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ
നമ്മുടെ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുന്ന കണക്ക് അത് ബോർഡ് യോഗം അംഗീകരിച്ചതായിരിക്കണം എന്ന് നമ്മൾ ഈ ഭരണഘടന വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇനി ഈ ബോർഡ് യോഗം എപ്പോൾ വേണമെങ്കിലും കൂടാം. അതിനൊരു മിനിമം അവേഴ്സ് ഇടവേള പറഞ്ഞിട്ടുണ്ട്. അത് നിലവിലുള്ള ഭരണഘടനയിൽ 3 മാസമാണ്. അതിന് 6 മാസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, അമെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഏതായാലും 6 അല്ലെങ്കിൽ 3 ഈ പറയുന്ന 2 കാര്യങ്ങളും ഇതിൻ്റെ മിനിമം റിക്വയർമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ മിനിമം ഇത്രയെങ്കിലും കൂടിയിരിക്കണം, 3 മാസത്തിലൊരിക്കലെങ്കിലും കൂടിയിരിക്കണം. അങ്ങനെയാണ് നിയമമെങ്കിൽ. നിലവിലുള്ള നിയമത്തിൽ അതാണ്. പക്ഷേ അമെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യം അറിയില്ല. അമെൻഡ് ചെയ്ത് 6 മാസം ആക്കിയെങ്കിൽ 6 മാസത്തിലൊരിക്കൽ നിർബന്ധമായും കൂടിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വർഷത്തിൽ 2 ഭരണസമിതിയുടെ യോഗം അല്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡർമാരുടെ യോഗം അല്ലെങ്കിൽ ബോർഡ് യോഗം കൂടിയിരിക്കണം. അത് മസ്റ്റാണ്. എന്നാൽ ഈ ബോർഡ് യോഗം എപ്പോഴെല്ലാം ആവശ്യമായി വരുന്നു അപ്പോഴെല്ലാം കൂടിയിരിക്കണമെന്നാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിൽ പറയുന്നത്. മാത്രവുമല്ല, ഈ കണക്ക് ഈ പൊതുയോഗത്തിൽ അല്ലെങ്കിൽ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കപ്പെടേണ്ട കണക്ക് കാര്യങ്ങൾ അന്തിമ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് ജനറൽ ബോഡിയിലേക്ക് വരുന്നത്. അതിനു മുൻപ് ഈ പറയുന്ന ബോർഡ് യോഗത്തിലെ അംഗങ്ങൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിച്ച് അവർ പാസ്സാക്കിയിട്ട് വേണം ശരിക്കും ഇത് ബോർഡ് യോഗത്തിലേക്ക് കൊണ്ടുവരാൻ. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ഈ കണക്ക് കാര്യങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ബോർഡ് യോഗത്തിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ അത് കൃത്യമായി എഴുതിയുണ്ടാക്കി അവരത് പാസ്സാക്കി പാസ്സാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ മാർഗനിർദ്ദേശപ്രകാരം എഴുതി ഉണ്ടാക്കുന്ന അവരെ കൂടി ഉൾപ്പെടുത്തി ചെയ്യുന്ന ഈ കണക്കാണ് നമ്മൾ CAക്ക് ഓഡിറ്റ് ചെയ്യാൻ കൊടുക്കേണ്ടതും. ആ CA ഓഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ജനറൽ ബോഡിയിൽ വെക്കേണ്ടതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ട് പോകേണ്ടത്. ഇനി അതിനകത്ത് ഇപ്പം നിലവിൽ ഇവർ കൂടാം എന്ന് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഈ പറയുന്ന ഗ്രൂപ്പ് ലീഡർമാരുടെ യോഗം കൂടേണ്ടത്. ഇത് നമ്മുടെ കണക്ക് കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാനും ഇവർ തന്നെ കൂടി തീരുമാനിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ബൈലോ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബൈലോയിലേക്കൊന്ന് പോകാം. ബൈലോയിൽ ജനറൽ ബോഡിയും അതിൻ്റെ പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞ് 11ാമത്തെ ഖണ്ഡികയിൽ 11ാമത്തെ ഖണ്ഡിക എന്നല്ല 11ാമത്തെ ആർട്ടിക്കിളിൽ C11 അധികാരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വകുപ്പ് തലവന്മാരുടെ ഭരണസമിതിയുടെ മാർഗനിർദ്ദേശപ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാൽ തയ്യാറാക്കപ്പെടുന്ന ഫെല്ലോഷിപ്പിൻ്റെ വാർഷിക പ്രവർത്തന വിവരം, തിട്ടപ്പെടുത്തപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ, വരവ് ചെലവ് മതിപ്പുകൾ അല്ലെങ്കിൽ ബജറ്റുകൾ മുതലായവ അന്തിമമായ അംഗീകരിക്കലിനായി ജനറൽ ബോഡി മുൻപാകെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ ഈ കണക്കുകൾക്കൊരു മാർഗനിർദ്ദേശം കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ കണക്കുകൾ അന്തിമമായ തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ജനറൽ ബോഡിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിനു മുൻപ് ഈ കണക്കുകൾ ബോർഡ് യോഗത്തിൽ അറിയിക്കേണ്ടതും ബോർഡ് യോഗം അത് പരിശോധിച്ച് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അതിനുശേഷം മാത്രമേ ഇത് ജനറൽ ബോഡിയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഈ കാര്യം ഇവർ മനസ്സോടെ മറന്നു കളയുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ കണക്ക് കാര്യങ്ങൾ മുഴുവൻ ബോർഡ് യോഗത്തിനെ ബോധ്യപ്പെടുത്തണം. ബോർഡ് യോഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാർഗനിർദ്ദേശപ്രകാരം അതിലെന്തെങ്കിലും തിരുത്തലുകളോ അല്ലെങ്കിൽ അപാകതകളോ പരിഹരിച്ചതിന് ശേഷം വേണം ഈ കണക്ക് യഥാർത്ഥമായി ഓഡിറ്റ് ചെയ്ത് CAക്കാരെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ ആ കണക്കാണ് പൊതുയോഗത്തിലേക്ക് അല്ലെങ്കിൽ ജനറൽ ബോഡിയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇതിനെ സംബന്ധിച്ച് നിങ്ങളാരും ബോധവാന്മാരല്ല. ഇനി ഈ ബോർഡ് യോഗത്തിൻ്റെ തന്നെ 1-2 കാര്യങ്ങൾ കൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് വളരെ ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വകുപ്പ് തലവന്മാരുടെ ഭരണസമിതി എന്ന് പറയുന്നത് 21ാമത്തെ ആർട്ടിക്കിളായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രധാന കാര്യം, അതിൽ
അധികാരങ്ങൾ എന്ന് പറയുന്ന മൂന്നാമത്തെ ഖണ്ഡികയിൽ ആറാമത്തെ ഉപവകുപ്പായി പറയുന്നത് ഇങ്ങനെയാണ്: വരവ് ചെലവ് മതിപ്പുകളും ബജറ്റുകൾ അനുബന്ധ വരവ് ചെലവ് മതിപ്പുകളും തയ്യാറാക്കുവാനും കൈക്കൊള്ളുവാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും ഉള്ള അധികാരം ആർക്കാണ്? ഈ പറയുന്ന ബോർഡ് യോഗത്തിനാണ്. വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കാൻ, അത് കൈക്കൊള്ളാൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മാർഗനിർദ്ദേശം കൊടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നെങ്കിൽ മാത്രമേ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഈ കണക്ക് ജനറൽ ബോഡിയിൽ ഓഡിറ്റിങ്ങിന് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് അതിൻ്റെ നിയമം. ഈ നിയമം പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ബോർഡ് ഓഫ് ഗ്രൂപ്പ് ലീഡേഴ്സ് ആയിരിക്കുന്നവരോട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്, ആദ്യം ഈ കണക്ക് പരിശോധിക്കപ്പെടേണ്ടത് നിങ്ങളുടെ മുൻപിലാണ്. നിങ്ങൾക്ക് ആ കണക്കിൽ മാർഗനിർദ്ദേശം നൽകാനും അതിൽ തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും അല്ലെങ്കിൽ അതിലെ ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള അവസരം നിങ്ങൾക്ക് ആദ്യം ലഭ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ചെയ്യണം. അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ കാര്യം സി എക്കാരനും ആ സി എക്കാരൻ്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജനറൽ ബോഡിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതാണ് അതിൻ്റെ ശരിയായ വഴി. ഇനി ഇവർക്ക് ഈ ജനറൽ ബോഡി അല്ലെങ്കിൽ ബോർഡ് യോഗം കൂടാൻ വലിയ മടിയാണല്ലോ. ആ മടി തീർക്കാൻ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്നത് ഭരണസമിതിയുടെ ഈ വകുപ്പ് തലവന്മാരുടെ നടപടിക്രമം, ഭരണസമിതി നടപടിക്രമം അതിലെഴുതി വെച്ചിരിക്കുകയാണ്: ജനറൽ സെക്രട്ടറി ഏത് സമയത്തും ഭരണസമിതിയിലെ 3 അംഗങ്ങൾ എഴുതി നൽകുന്ന അപേക്ഷയിന്മേലും ജനറൽ സെക്രട്ടറിക്ക് ഭരണസമിതിയുടെ ഒരു യോഗം വിളിച്ചു കൂട്ടാം. മനസ്സിലായോ? നിങ്ങളിൽ 3 പേര് എഴുതി കൊടുത്താൽ അവർക്ക് യോഗം വിളിച്ചു കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഇത് കാര്യങ്ങൾ മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അറിയാം, ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടാമോ ആ കാര്യങ്ങളിൽ മുഴുവൻ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നിയന്ത്രിക്കാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മേൽ കാര്യങ്ങൾ നടത്താനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യേണ്ട ഒരു ഗവേണിംഗ് ബോഡിയാണ് ഈ പറയുന്ന ബോർഡ് ഓഫ് ഗ്രൂപ്പ് ലീഡേഴ്സ്. നിങ്ങളുടെ അധികാരം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങളുടെ അധികാരം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി അടുത്ത ജനറൽ ബോഡിയിൽ അല്ലെങ്കിൽ അടുത്ത ജനറൽ ബോഡിയിൽ പ്രായോഗികമാക്കി കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന കണക്ക് ശരിയായ രീതിയിലുള്ളതായിരിക്കുകയില്ല, സി എക്കാരൻ ഓഡിറ്റ് ചെയ്താൽ പോലും. കാരണം ആദ്യം അംഗീകാരം കിട്ടേണ്ടത് നിങ്ങളുടെ ഭരണസമിതിയിലാണ്. ഭരണസമിതിയുടെ മേൽനോട്ടത്തിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഭരണസമിതി മാത്രമേ കൃത്യമായി എഴുതി വച്ചിരിക്കുകയാണ് ഇവിടെ. ഇത് തയ്യാറാക്കാനും കൈക്കൊള്ളുവാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മാർഗനിർദ്ദേശം നൽകാനും. അപ്പോൾ ഇത് തയ്യാറാക്കേണ്ടതും കണക്കാക്കേണ്ടതും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടതും ഈ പറയുന്ന ഭരണസമിതിയാണ്. അപ്പോൾ ഈ കണക്കുകൾ പരിശോധിക്കപ്പെടേണ്ടത് ആദ്യമായി ഭരണസമിതിയിലാണ്, ജനറൽ ബോഡിയിലല്ല. ഭരണസമിതിയിൽ പരിഗണിക്കപ്പെട്ടതും അവിടെ നിന്ന് ക്ലിയർ ചെയ്തതുമായിട്ടുള്ള കണക്കുകളാണ് സി എക്കാരനെ കൊണ്ട് പോലും ഓഡിറ്റ് ചെയ്യിക്കേണ്ടത്. ആ ഓഡിറ്റിങ്ങും കഴിഞ്ഞ് അതിന് ശേഷമാണ് ജനറൽ ബോഡിയിലേക്ക് കണക്ക് കൊണ്ടുവരേണ്ടത്. ആ കണക്കിനെ മാത്രമേ ജനറൽ ബോഡി പാസ്സാക്കേണ്ടതുള്ളൂ. ഇനി ഈ ജനറൽ ബോഡിയിലേക്ക് കണക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു കോപ്പി നേരത്തെ കൊടുത്തിരിക്കണം. കാരണം ഈ ജനറൽ ബോഡിയിലേക്ക് വരുന്നതിന് മുമ്പ് ഓരോ അംഗങ്ങളും ഈ കണക്ക് പഠിക്കുകയും ഈ കണക്ക് എന്താണെന്ന് വ്യക്തമായി പഠിക്കുകയും ചെയ്യാതെ ജനറൽ ബോഡിയിൽ വന്ന് ചുമ്മാ കൈ പോക്കാനും കൈ താത്താനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ജനറൽ ബോഡിക്ക് മുൻപ് ഇതിലെ എല്ലാ അംഗങ്ങൾക്കും ഇതിൻ്റെ സകല കണക്കുകളും ഒരു കോപ്പി കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഈ കാര്യങ്ങൾ പഠിക്കുവാനും ഈ കാര്യങ്ങൾ ക്രിയാത്മകമായി ചർച്ച ചെയ്യുവാനും കഴിയുകയുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു പ്രധാന കാര്യം, ഈ പറയുന്ന ഭരണസമിതിയുടെ ഒരു പ്രധാന കാര്യം. നിങ്ങൾ ആളുകളെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ സൗകര്യം പോലെ ജനറൽ ബോഡിക്ക് ശേഷം കൂടിയാൽ മതി. പക്ഷേ അതിനു മുൻപ് കണക്ക് ക്ലിയറാക്കാൻ ഭരണസമിതി കൂടിയേ പറ്റൂ. ഭരണസമിതിയാണത് കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് കൃത്യമായി ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്.
അതുകൊണ്ട് ഭരണസമിതി യിൽപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായി നിങ്ങളുടെ ഭരണഘടന വായിച്ച് മനസ്സിലാക്കി അതിലിടപെടുകയും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്ന് നിങ്ങളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ CA-കാരന് പോലും ഓഡിറ്റ് ചെയ്യാൻ കൊടുക്കാവൂ. അതിനൊക്കെ ആവശ്യം വേണ്ട സമയങ്ങൾ ക്രമീകരിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോകേണ്ടത് ഒരു സാധു സംരക്ഷണ ഫണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. സാധു സംരക്ഷണ ഫണ്ട് നൽകേണ്ടതും കൊടുക്കേണ്ടതുമാണ്. പക്ഷേ ഇവരുടെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കാതെ ഇരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പണം നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ തന്നെ ആവശ്യക്കാർ ധാരാളമുണ്ട്. നിങ്ങൾ അവരെ സഹായിക്കുക. കാരണം ഇവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഇഷ്ടപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണിത്, നിങ്ങളുടെ സകല കാര്യങ്ങളും നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ മാത്രം കൊടുത്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട അവിടെ ധാരാളം പേരുണ്ട് ആവശ്യമുള്ളവർ, രോഗത്താൽ വലയുന്നവർ, ഈ പറയുന്ന ലിസ്റ്റിൽപ്പെട്ടവരെല്ലാം ഓരോ സ്ഥലസഭകളിലും ഉണ്ട്. അപ്പോൾ അവരാ കഴിയുന്നത് കൊടുക്കണം, അവരെ സഹായിക്കണം, ആ സഭ ചെയ്യണം. അത് ആ സഭയുടെ ഉത്തരവാദിത്തമാണ്. ഈ കേന്ദ്രത്തിലേക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായി എന്നോർത്തോ അതിനൊന്നും എതിർക്കുന്നില്ല. പക്ഷേ അവിടെ ചെല്ലുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സഭയിലുള്ള കാര്യങ്ങളെ നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ തന്നെ നേരിട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉത്തമം. പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ വിടുകയാണ്. അടുത്തത് പാസ്റ്റർ ബെന്നി KJ-ക്കെതിരെയുള്ള ഒരു ശിക്ഷണ നടപടിയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഇപ്പോൾ നിലവിൽ 1 മാസത്തേക്ക് ഒരു ശിക്ഷണ നടപടി പേരിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന് മുൻപും വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇത് തികച്ചും നിവൃത്തികേട് കൊണ്ട് കൊടുത്ത ഒരു പണിഷ്മെൻ്റാണ്. കാരണം നമുക്കറിയാം ഇതിന് മുൻപ് കൊടുത്തിട്ടുള്ള ആളുകളുടെ ശിക്ഷ കാര്യങ്ങളല്ല. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് തോന്നിയതുപോലെ അല്ലെങ്കിൽ യാതൊരു കാര്യങ്ങളുമില്ല, ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ അവരവരുടെ ബന്ധുക്കളും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ പേരിനൊരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനി എന്താവും എന്നോർത്ത് ചെയ്യുന്ന പരിപാടികളാണ് ഇതെല്ലാം. നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളതുമായിരിക്കാം. ഏതായാലും ഇപ്പോൾ അവർ അവധിയിലാണെന്നറിയുന്നു. ഈ അവധി എടുത്തത് തന്നെ അവർക്ക് ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം അവർക്ക് ശിക്ഷ കിട്ടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് അഡ്വാൻസ് ആയിട്ട് 6 മാസം എടുത്തത്. അപ്പോൾ 6 മാസത്തേക്ക് ശിക്ഷിച്ചാൽ പോലും ഇവിടുന്ന് കടന്നു പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനുശേഷം സാജുവച്ചം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷ വെക്കൽ നടത്തി. അവസാനം സാജുവച്ചം വന്നു കഴിഞ്ഞപ്പോൾ പണിഷ്മെൻറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ 1 മാസത്തേക്കെങ്കിലും ശിക്ഷിക്കണം എന്ന് ഒരു ഇതുണ്ടാക്കി അവർ ശിക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ളൊരു പരിപാടി. അപ്പോൾ അവരേതായാലും ടിക്കറ്റും എടുത്തു, ഇവിടുന്ന് സ്റ്റാൻഡ് വിടുകയും ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ പോയി ഇനി 6 മാസം കഴിഞ്ഞത്തെ അവർ തിരിച്ചു വരുവുള്ളൂ. തിരിച്ചു വരുമ്പം വരുന്ന മുറയ്ക്ക് 1 മാസത്തെ ശിക്ഷ ബാധകമായിരിക്കും. ഇതാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാറപ്പുഴ അച്ഛനെ ഇവർ 5 മാസം ശിക്ഷിച്ചു. അതിനേക്കാൾ കടുത്ത ദ്രോഹം ചെയ്ത ഇദ്ദേഹത്തെ 1 മാസത്തേക്ക് ഒരു താൽക്കാലിക ശിക്ഷ. ഞാൻ ചോദിക്കണേ, ഈ 5 മാസത്തിൻ്റെ കണക്കല്ല, 1 മാസത്തിൻ്റെ കണക്കല്ല, അത് മുമ്പ് നടത്തിയ പാസ്റ്റർമാരെ 1 വർഷത്തേക്ക് വരെ മാറ്റി നിർത്തി. ഇതിലൊക്കെ എന്താണ് നിയമം? എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ആധികാരികത? എന്ത് ബേസ് ചെയ്തിട്ടാണ്, എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്? എല്ലാവർക്കും ഈക്വലായിട്ടുള്ള തുല്യനീതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ തന്നെ ചെയ്യണം. എല്ലാവർക്കും തുല്യനീതി കൊടുക്കണം. അതായത് നിങ്ങൾക്ക് തോന്നിയവർക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം നിങ്ങളുടേതായിട്ടുള്ള നീതി നടപ്പാക്കുകയും ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് ബോധിച്ച വണ്ണമുള്ള ഈ പറയുന്ന ഇടപാടുകളും ദൈവികമല്ല, നിങ്ങളുടെ സാത്താന്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇതിൽ നിന്ന് വരുന്നത് തന്നെ നീതിയുള്ള കാര്യമല്ല എന്ന് വളരെ തൻ്റെ ഇടത്തോടെ പറയുന്നു. മാത്രമല്ല ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ഏതാനും പേരുടെ വാക്കുകൾ കണ്ട് സ്വന്തവും ബന്ധവും മാനിച്ചുകൊണ്ട് ഒക്കെ നടക്കുന്ന ശിക്ഷാവിധികൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് തികച്ചും ഒരു ശിക്ഷ കൊടുത്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശിക്ഷ മാത്രം. അതാണ് ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്നത്. എന്തുമാകട്ടെ, അവരുടെ ഇഷ്ടം പോലെ പോട്ടെ. കാര്യം ജനങ്ങളെല്ലാ കാര്യങ്ങൾക്കും അറിയാം, ജനങ്ങൾ വേണ്ട പോലെ കാര്യങ്ങൾ പ്രതികരിക്കും എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, പ്രധാനമായിട്ട് ശുശ്രൂഷകരുടെ അവധി എടുക്കുന്ന കാലാവധി 6 മാസമായിട്ട് ചുരുക്കിയിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. കാരണം ഈ വിദേശത്തേക്ക് പോകുന്നവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ അവധി എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും തിരിച്ചിവിടെ വന്നില്ലെങ്കിൽ, ഇന്ത്യയിലേക്ക് വന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട്
6 മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ട ഉള്ളത് കൊണ്ട് ഈ 6 മാസത്തെ കാലാവധി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരമാവധി ഇങ്ങനെയുള്ളവരെ 3 മാസത്തേക്കൊക്കെ എന്ന് വെച്ചാൽ എമർജൻസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്തതോ ആയിട്ടുള്ള നമ്മുടെ സിറ്റുവേഷൻസ് ഉണ്ട്. അതിന് കാലാവധി നോക്കിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും പരമാവധി ഒരു 3 മാസം, അതിൽ കൂടുതലൊന്നും ആവശ്യമുള്ളതല്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണല്ലോ നടപ്പാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ജോൺ പാറപ്പുഴയച്ചൻ തൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും അവർ കൊടുത്ത അവധി 5 മാസം എന്നുള്ളത് വെട്ടിച്ചുരുക്കി ബോർഡ് യോഗത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം വീണ്ടും തിരിച്ച് എടുത്തിരിക്കുകയാണ്. അത് നല്ല കാര്യമാണ് എന്ന് വിചാരിക്കുന്നു. ഏതായാലും അദ്ദേഹത്തെയും 5 മാസത്തേക്ക് ശിക്ഷ വിധിച്ചിരുന്നതാണ്. ഇതൊക്കെയാണ് നിലവിലുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 1, നിങ്ങൾ ഭരണഘടന പഠിക്കണം. 2, ഭരണഘടനയിൽ പറഞ്ഞതുപോലെ നീതിയായിട്ടാണോ കാര്യങ്ങൾ നടത്തുന്നതെന്ന് പഠിക്കണം. 2, ഈ കണക്ക് കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി സത്യസന്ധമായും പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഈ നമ്മുടെ സാധു സംരക്ഷണ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ തന്നെ അതിനുള്ള ആളുകളുണ്ട്. അതിനുള്ള ആളുകളും നിങ്ങളുടെ പൈസയും മറ്റൊരു ദുരുപയോഗം ചെയ്തപ്പെട്ടു പോകാതെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി അത് വ്യാജമായി പോകാതെ നിങ്ങളുടെ ലോക്കൽ ചർച്ചിലുള്ള ആളുകളെ തന്നെ നിങ്ങൾ സംരക്ഷിക്കുക. അവിടെ ധാരാളം പേർ, എല്ലാ ലോക്കൽ ചർച്ചുകളിലും ധാരാളം പേർ ഇത്തരത്തിലുണ്ട്. അത് കണക്കാക്കി സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ ലോക്കൽ ചർച്ചിനും ഉള്ളതാണ്. ഈ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു.